ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കെട്ടിയൊരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എവിടെയെങ്കിലും പോകുവാന്ന്. അതെ ഗൈസ്, ഞാൻ പോവുകയാണ്, ഞാൻ പോയേക്കുവാണ്. ചുമ്മാ കേട്ടോ. ഞാൻ ലുലു മാളിൽ പോവാം കേട്ടോ. അപ്പം അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടി പോവുകയാണേ. അപ്പം അതിനു വേണ്ടിയാണ് റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ഒരു സ്കേർട്ടും ടോപ്പും ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയുള്ള ഷോ ഓഫാണ്. ഇത് വെറും ഷോ ഓഫാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്ന് ഔട്ട്ഫിറ്റ് കാണിച്ചാൽ പക്ഷെ ഫുള്ള് കിട്ടത്തില്ല കേട്ടോ. എൻ്റെ മിറർ ചെറുതാണ്. അങ്ങനെ നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 12 തൊട്ട് 16 വരെയാണ് ഫ്ലവർ ഷോ എന്ന് തോന്നുന്നു. ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ പോയത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പം ചെന്ന വഴിക്ക് തന്നെ ഇങ്ങനെ 2 ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഒരു ലവിൻ്റെ ഒരു ഫോട്ടോ ബൂത്തും ഒന്ന് ഫോൺ വിളിക്കാനുള്ളത്. അപ്പം ഞാൻ ഇത് ഇൻസ്റ്റയിൽ റീൽസായിട്ട് വരും. എന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും ആഷ്ലി ഷിനു എന്ന് തന്നെയാണ്. ഒറ്റ ശ്വാസത്തിൽ പറയുമ്പോൾ ശ്വാസം മുട്ടുന്നത് ഗൈസ്. പ്രായമൊക്കെ ആയില്ലേ. അപ്പം ഇതൊക്കെയാട്ടോ നമ്മുടെ ചെടികൾ. ലുലുവിൽ അകത്താട്ടോ, ലുലുവിൻ്റെ പുറത്തല്ല. പുറത്താണെന്ന് വിചാരിച്ചാണ് പോയത്, പക്ഷെ അകത്താണ് കേട്ടോ. റോസിനൊക്കെ 100 രൂപ തൊട്ടുണ്ട്. ആക്ച്വലി ഫ്ലവർ ഷോയ്ക്ക് പോയെങ്കിലും ഒരു ചെടി പോലും വാങ്ങിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതായിരിക്കും അവരുടെ ഒരു ടാക്ടിക്സ് എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ അകത്ത് കയറി സാധനങ്ങൾ വാങ്ങിച്ചു, അതായത് ഹൈപ്പറിൽ കയറി സാധനങ്ങൾ വാങ്ങിച്ചു. പക്ഷെ ഫ്ലവർ ഷോയ്ക്കാണ് പോയത്, പക്ഷെ ഫ്ലവറൊന്നും വാങ്ങിച്ചില്ല, ചെടിയൊന്നും വാങ്ങിച്ചില്ല. അതാണ് സത്യം. കാരണം ഇപ്പോൾ വെയിലുള്ള ടൈമല്ലേ. ഇപ്പോൾ വാങ്ങിച്ചു വെച്ചാലും പിടിക്കില്ലല്ലോ. അത് തന്നെയല്ല, ഇതൊക്കെ നമ്മളിവിടെ പിടിക്കുമെന്ന് തന്നെ അറിയത്തില്ല. മണ്ണൂത്തിയിൽ നിന്ന് വന്നവരും ഉണ്ട്, പിന്നെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് വന്നവരും ഉണ്ട് കേട്ടോ. ഈ 2 കൂട്ടരേ കണ്ടുള്ളൂ. പിന്നെ ഒരുപാട് അങ്ങനെ നമ്മുടെ ഈ വനിത നടത്തുമ്പോൾ ഉള്ള ഫ്ലവർ ഷോ ഉണ്ടല്ലോ, അത്രയ്ക്കും ഉള്ള ഫ്ലവേഴ്സൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ കാണിക്കുന്നില്ലേ, അത്രയ്ക്കുള്ള ഫ്ലവറേ ഉള്ളൂ. പിന്നെ കുറച്ച് ഈ ചക്ക, മാങ്ങ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡേറ്റ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. എനിക്കത് ഞങ്ങൾ പോയത് ലാസ്റ്റ് ഡേ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഇനിയിപ്പം നിങ്ങളിത് ഈ വ്ലോഗ് എന്നാ അപ്ലോഡ് ആകുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് കാണുമ്പോഴത്തേന് എന്താണെങ്കിലും ഇത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ കാണുമായിരിക്കും. പക്ഷെ ഞാൻ ലാസ്റ്റ് ഡേ മറ്റുമാണ് പോയത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചക്കയും മാങ്ങയൊക്കെ. അപ്പോൾ തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര റഷൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഫുഡ് കൗണ്ടറിൽ നല്ല തിരക്കുണ്ട്. അത് പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു വ്ലോഗായിട്ട് ഇടാനുള്ള അത്ര ഒന്നും ഇല്ല കേട്ടോ. സത്യം പറയുവാണെങ്കിൽ ചെറിയൊരു 5 അല്ലെ 6 മിനിറ്റേ ഉള്ളൂ. പിന്നെ കണ്ടൻറ്റ് വേണ്ടേ ഗൈസ്. കണ്ടൻറ്റ് ദാരിദ്ര്യമാണ്. എവിടെയെങ്കിലുമൊക്കെ പോയാലല്ലേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഇച്ചിരി ഭീകരനാണ് കേട്ടോ. ഇതിൻ്റെ വില ഞാൻ പറയാം. ഈ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതിന് എത്ര വിലയെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനിതിൻ്റെ പ്രൈസ് ടാഗ് കണ്ടത്. അപ്പോൾ വില ഞാൻ കേട്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ഇനി നിങ്ങളുടെ കിളി ഒന്ന് ഞാൻ പറയാം. 25,000 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഞാനും അച്ഛയും ഇതിന് മുന്നേ എനിക്കൊന്ന് ഊട്ടിയാണെന്ന് തോന്നുന്നു, കൂനൂർ എങ്ങാണ്ട് പോയപ്പോഴത്തേന് ഇതുപോലത്തെ ഒരു ചെടി കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 3-4 അതോ 5-8 ചെടികൾ ഒന്നിച്ച് ചേർത്തേക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആയിരുന്നു. അന്ന് അതിന് 35,000 രൂപയായിരുന്നു വില. അപ്പം ഇതിന് 25,000 രൂപ. ഇതിന് 13,000 ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒന്നും വില എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 13,000 ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനൊന്നും അത്രയ്ക്ക് വിലയില്ല. എത്രയ്ക്കും വിലയില്ലെന്ന് പറഞ്ഞാലും വിലയുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെടിയും കൂടെ, ഒരു സീക്രട്ട് ചെടിയല്ല, ഒരു സീക്രട്ട് ആളെ കൂടെ കാണിക്കാനുണ്ട്. ആളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ആൾ, നമ്മുടെ ജിറാഫാണ്.
ജിറാഫാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആളുടെ വെള്ള കണ്ടാലും നമുക്ക് ചെറിയൊരു ആഘാതം ഉണ്ടാകും. 23,000 രൂപ. ഇത്രയും രൂപയ്ക്കൊക്കെ ഇത് വാങ്ങിക്കുന്നവരും ഉണ്ടാകുമൊക്കെ ഗൈസ്. എനിക്കറിയത്തില്ല, വാങ്ങിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ. ഞാൻ എന്താണേലും ഇത്രയും രൂപയ്ക്കൊന്നും ഇത് മേടിക്കത്തില്ല. ഒരു കാലത്തും ഞാൻ മേടിക്കത്തില്ല. വലിയ ബംഗ്ലാവ് പണിതാലും ഞാൻ എന്താണെങ്കിലും മേടിക്കത്തില്ല. കാരണം ഞാൻ അത്രയ്ക്കും പിശുക്കിയാണ്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഹൈപ്പറിലോട്ട് പോയി. ഒരുപാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ, കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ വലിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ നോക്കിപ്പോയ സാധനം കിട്ടില്ല. പൊങ്ങ് വാങ്ങിക്കാനാണ് പോയത്, പക്ഷെ അതവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വ്ളോഗ്. ചെറിയ വ്ളോഗാണെന്ന് എനിക്കറിയാം. നമ്മൾ ലുലു മാളിലോട്ട് ടാറ്റാ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.